ഇതാണ് കൊല്ലങ്കോട്ടുള്ള വാസുദേവ രാജാവ് തൻ്റെ മകൾക്കും മരുമകനും നൽകിയ വിവാഹ സമ്മാനം. തൃശ്ശൂരിലെ ചെമ്പുക്കാവിലുള്ള കൊല്ലങ്കോട് കൊട്ടാരം. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരം. എന്നാൽ ശക്തൻ്റെ കൊട്ടാരത്തിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ തക്കലയിലുള്ള ശ്രീ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ പ്രൗഢിയോ ഒന്നും ഈ കൊച്ചു കൊട്ടാരത്തിനില്ല കേട്ടോ. എന്നാലും കാണാൻ നല്ല രസമുള്ളൊരു കൊട്ടാരമാണ്. സത്യം പറഞ്ഞാൽ കൊട്ടാരത്തേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ഇതിൻ്റെ സറൗണ്ടിങ്സ് ആണ് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ പ്രണയിക്കാൻ പറ്റിയൊരിടം. എങ്ങും പച്ചപ്പ് അല്ലേ? പ്രണയം എന്ന് പറയുമ്പോൾ ഒരു കൺവെൻഷണൽ പ്രണയത്തെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ കാണുന്ന പച്ചപ്പിനോടും പ്രകൃതിയോടുമുള്ളൊരു പ്രണയം. ഈ ഒരു ആംബിയൻസിനോട് അലിഞ്ഞു ചേരുമ്പോഴുണ്ടല്ലോ നമുക്ക് നമ്മളോട് തന്നെ വല്ലാത്തൊരു പ്രണയം തോന്നും. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ളൊരു സന്ദർഭത്തിലാണ് നമ്മുടെ മനസ്സ് തെളിഞ്ഞൊരു ജലാശയം പോലെയാകുന്നത്. അതുമാത്രമല്ല, അത്തരം പ്രണയങ്ങളിലൂടെയാണ് നമുക്ക് ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി തന്നെ വരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് കൊട്ടാരങ്ങളും ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ചരിത്രത്തോടൊപ്പം നടക്കുന്നത് പോലെയുള്ളൊരു തോന്നലാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തരുന്നത്. എന്ന് വെച്ചിട്ട് കണ്ട എല്ലാ കൊട്ടാരങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിലൊന്നാണ് മൈസൂർ പാലസ്. എന്തുകൊണ്ടോ മൈസൂർ പാലസിനോട് ഒട്ടും ഇഷ്ടം തോന്നിയിട്ടില്ല. കൊട്ടാരത്തിനകത്ത് വീഡിയോ പിടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. കാരണം മുന്നേ ആരൊക്കെയോ വന്ന് റീൽസ് ചെയ്ത് കൊട്ടാരത്തിൻ്റെ ഒരു ജനൽ ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതായത് വീഡിയോ എടുത്ത് ഇടങ്ങേറാക്കി വെച്ചിരുന്നു എന്ന് ചുരുക്കം. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ വീഡിയോ പിടിക്കത്തക്ക എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. അവിടെ ഉള്ളത് നന്നങ്ങാടികളിൽ നിന്ന് കിട്ടിയ റിമെയിൻസ് വെച്ചിട്ടുണ്ട്. ഒരു ഫോക്ലോർ അക്കാഡമി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ അടുക്കളയുടെ ഒരു സ്പെസിമെനുണ്ട്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 18th സെഞ്ച്വറിയിലുള്ള പെയിൻറ്റിങ്സും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽക്കൂടെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണെങ്കിൽ ഈ മതിലുകളിൽ കൊത്തുപണികൾ കാണാം. പക്ഷേ അത് എന്താണെന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയിട്ടോ. കാരണം ഓരോ ചിത്രപ്പണികൾ കഴിയുമ്പോഴും ഒരു പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് വിളിക്കാം. ഈ കൊട്ടാരത്തിലേക്ക് നമ്മൾ കടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഒത്തിരി ചെടികളുണ്ട്. ആ ചെടികൾക്ക് ചുറ്റും നിറച്ചും ബട്ടർഫ്ലൈസാണ്. അത്രയും ബട്ടർഫ്ലൈസ് എൻ്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല, പക്ഷെ ഒത്തിരി ബട്ടർഫ്ലൈസ് ഉണ്ട്. വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനെ അട്രാക്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ചെടികൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടം കണ്ടോ? ഈ അടുത്ത് ഇവിടെ നിന്ന് നന്നങ്ങാടികൾ കുഴിച്ചെടുത്തിരുന്നു. അതിൽ ഹ്യൂമൻ റിമെയിൻസ് തന്നെയായിരുന്നു. ഈ നന്നങ്ങാടികൾക്ക് മുകളിലായിട്ടാണ് നമ്മൾ കുടക്കല്ല് വെക്കുന്നത്. ഇതാണ് വീരക്കല്ല്. വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാത്രേ. ഓരോ വീരക്കല്ലും ഓരോ വീരയോദ്ധാവിൻ്റെ പേരിലാണ് കേട്ടോ. സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് കേട്ടോ ഈ കൊട്ടാരം. ഈ കൊട്ടാരം കാണുന്നതിനായിട്ട് ഓരോ ആൾക്ക് 20 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോസ് എടുക്കാം, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അത് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പറ്റില്ല. പക്ഷേ വീഡിയോ എടുക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. പിന്നെ ഫോട്ടോ എടുക്കണ്ട, പിന്നെ അതുപോലെ വീഡിയോ ഒന്നും എടുക്കണ്ട. നിങ്ങൾക്ക് വെറുതെ ആ കൊട്ടാരത്തിൻ്റെ ആ പരിസരത്ത് ചെന്നിരുന്നാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. തിങ്കളാഴ്ച ഹോളിഡേ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 2-2.5-3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു പോന്നു കേട്ടോ.